ഹൊറിബിൾ മോൺസ്റ്റർ. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. സായ്! സൂര്യ അലറി വിളിച്ചതും അവൻ വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താടാ? ചന്തു എവിടെ? അവൻ്റെ ചോദ്യം കേട്ടതും അവനും ടെൻഷനായി. അവനും കണ്ണുകളാൽ അവൾ ആൾക്കൂട്ടത്തിൽ തിരിഞ്ഞു. അപ്പോഴാണ് പുറത്തേക്കുള്ള വാതിലിലേക്ക് നോക്കി വിരണ്ടു നിൽക്കുന്ന നീളം അവൻ്റെ കണ്ണിലൊടുക്കിയത്. പൃഥ്വിയുടെ മുഖത്തെ ദേഷ്യവും സങ്കടവും കണ്ടപ്പോൾ തന്നെ സായിക്ക് ചന്തുവിനോട് ദേഷ്യം തോന്നി. അവൻ പാഞ്ഞു ചെന്ന നിലയെ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു. ഒരു ഞെട്ടലോടെ അവൾ അവനെ പകച്ചു നോക്കി. ചന്തു എവിടെ? അവൻ്റെ ചോദ്യവും മുഖഭാവവും കൊണ്ട് അവൾ ആകെ പേടിച്ചു പോയി. ഇതെല്ലാം കണ്ടു നിന്ന സൂര്യ നിളയെ ദേഷ്യത്തോടെ നോക്കി. നിള, എനിക്കറിയാം നീ കണ്ടിട്ടുണ്ടെന്ന്. പറ, അവൾ എങ്ങോട്ടാ പോയത്? സായി അല്പം കടുപ്പിച്ച് ചോദിച്ചതും അവളൊന്ന് പരിങ്ങി. അടുത്ത നിമിഷം കവളിൽ കിട്ടിയ അടിയിൽ അവളെ പോലെ തന്നെ സായിയും നെഞ്ഞെട്ടി. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന പൃഥ്വിയെ കണ്ട് അവരാകെ ഭയന്നു പോയി. വാ തുറന്ന് പറയടി, അവൾ എവിടെ പോയി? അവൻ അവൾക്ക് നേരെ അലറി. എനിക്കറിയില്ല, പുറത്തേക്ക് ഇറങ്ങി ഓടി. അടികൊണ്ട കവൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് കരച്ചിലോട് അവൾ പറഞ്ഞതും സായിക്ക് ആ പെണ്ണിനോട് പാവം തോന്നിപ്പോയി. എന്നാൽ അടുത്ത നിമിഷം സൂര്യ പുറത്തേക്ക് ഓടി. അവന് പിറകെ അടുപ്പിലേക്ക് ഗണ്ണ് തിരികെ വെച്ചുകൊണ്ട് ഹീരയും പാഞ്ഞു. കരഞ്ഞു തളർന്നു നിൽക്കുന്ന നിളയെ സായി ദയനീയമായി നോക്കി. ഇരുട്ട് പറന്ന് വിജനമായ റോഡിലൂടെ കരഞ്ഞുകൊണ്ട് എങ്ങോട്ടൊന്നില്ലാതെ ചന്തു ഓടി. അവൾക്കുള്ളിൽ ആ നിമിഷം നിറഞ്ഞു നിന്നത് ഭയം മാത്രമായിരുന്നു. അവൾക്ക് പിന്നാലെ തന്നെ സൂര്യയുണ്ട്. കുറെ മുന്നോട്ട് ഓടിയപ്പോഴാണ് അവൻ ചന്തുവിനെ കണ്ടത്. പത്മ! അവളെ കണ്ടെന്ന് സൂര്യ ഉറക്കെ വിളിച്ചു. പേടിയോടെ അവളൊന്ന് തിരിഞ്ഞു നോക്കി. തനിക്ക് പിന്നാലെ ഓടി വരുന്നവനെ കണ്ടവൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് വീണ്ടും മുന്നോട്ട് ഓടി. സൂര്യക്ക് അവളുടെ പേടി മനസ്സിലായി. അവൻ എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടിയില്ല. തൻ്റെ ശത്രുക്കൾ ആരുടെയെങ്കിലും കയ്യിൽ അവളെ കിട്ടിയാലുള്ള അവസ്ഥയെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ അവൻ്റെ നെഞ്ചിലൊരു പിടച്ചിലുണ്ടായി. ചന്തു, ഓടല്ലേ, നമ്മുടെ വാവക്ക് നോവും. ഒരു നിമിഷം അവൻ അവളുടെ മാത്രം സൂര്യയായി മാറി. അവൻ്റെ വാക്കുകൾ കാതിൽ വന്ന് പതിഞ്ഞതും പിടിച്ചു കിട്ടിയതുപോലെ അവൾ നിന്നു. അവൾ നിൽക്കുന്നത് കണ്ട് അവനും നിന്നു. കണ്ണും മുഖവും വലം കൈ കൊണ്ട് അമർത്തി തുടച്ചുകൊണ്ട് അവൻ ശ്വാസം ഊതി വിട്ടു. പെട്ടെന്നാണ് സൂര്യക്കടുത്തേക്ക് ഹീരയും വന്നു നിന്നത്. അവൾ അവനൊന്ന് നോക്കി തിരികെ വന്നു. ചന്തു പതിയെ തൻ്റെ വയലിലേക്ക് കൈ ചേർത്ത് അവളുടെ മിഴികൾ നിറഞ്ഞു തോന്നി. പെട്ടെന്നാണ് അവൾക്ക് മുൻപിലേക്ക് ഒരു ഒമ്നിയുമാ നിന്നത്. സൂര്യയും ഹീരയും വണ്ടിയുടെ ശബ്ദം കേട്ട് ഞെട്ടിലോടെ മുന്നോട്ട് നോക്കിയതും നിമിഷ നേരം കൊണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് ചന്തുവിനെ ആ വണ്ടിയിലേക്ക് വലിച്ചിട്ട് കൊണ്ട് ആ വാഹനം മുന്നോട്ട് കുതിച്ചു. ആ! സൂര്യ ദേഷ്യത്തോട് അലറിക്കൊണ്ട് ആ വണ്ടിക്ക് പിന്നാലെ ഓടിയതും ഹീരെടുപ്പിൽ നിന്ന് ഗണ്ണെടുത്തുകൊണ്ട് ആ വണ്ടിയുടെ ടയർ ലക്ഷ്യം വെച്ച് ഷൂട്ട് ചെയ്തു. ഒന്ന് ആടി ഉലഞ്ഞുകൊണ്ട് ആ ഒമ്നി ഒരു മരത്തിൽ വന്നിടിച്ചതും ഹീര അതിന് പിന്നാലെ ഓടിച്ചെന്നു. സൂര്യക്ക് തന്റെ ശ്വാസം നിലക്കും പോലെ തോന്നി. അവൻ ഓടിച്ചെന്ന് ആ ഒമ്നിയുടെ ബാക്ക് ഡോർ വലിച്ചു തുറന്നു. നെറ്റിയിൽ നിന്ന് രക്തമൊഴുകി ബോധം മറിഞ്ഞു കിടക്കുന്നവളെ കണ്ട് അവൻ്റെ ഉള്ളം പിടഞ്ഞു. സൂര്യ വേഗം അവളെ വാരിയെടുത്തു. ഹീരയെ കണ്ടതും അവനെ കണ്ണിച്ചു കൊന്നു. സോറി പൃഥ്വി, എന്റെ മുമ്പിൽ അപ്പോൾ വേറെ വഴിയൊന്നും കണ്ടില്ല. ഹീര അവനോട് മാപ്പ് പറഞ്ഞു. എന്റെ പെണ്ണിനും കുഞ്ഞിനും എന്തെങ്കിലും പറ്റിയാ പച്ചക്ക് കൊളുത്തുന്നില്ല ഞാൻ. മുറുകിയ മുഖത്തോട് അത്രയും പറഞ്ഞിട്ട് അവൻ ചന്തുവിനെയും കൊണ്ട് മാൻഷനിലേക്ക് നടന്നു. അപ്പോഴേക്ക് സൂര്യയുടെ ഗാർഡ്സ് എല്ലാം അവിടെ വന്നിരുന്നു. തലയിൽ വെച്ച് കെട്ടുമായി ബെഡിൽ കിടക്കുന്ന ചന്തുവിനെ സൂര്യ വെറുതെ നോക്കിയിരുന്നു. ഡ്രിപ്പിട്ടുള്ളത് കൊണ്ട് തന്നെ അവളുടെ കയ്യിൽ അവൻ പതിയെ തലോടുന്നു. സമയം കടന്നുപോയി. ചന്തു പതിയെ കണ്ണ് ചിമ്മി തുറന്നു. സൂര്യ അവളെ തന്നെ നോക്കിയിരുന്നു. കണ്ണുകൾ തുറന്നതും അവൾ ഞെട്ടിലോടെ ചാടി എഴുന്നേറ്റു. സൂര്യ വേഗം അവളെ തന്റെ കയ്യിൽ താങ്ങി. സൂക്ഷിച്ച്! അവൾ ഞെട്ടിലോടെ സൂര്യയെ നോക്കി. അവനെ കണ്ടതും അവൾ മറ്റെല്ലാം മറന്ന് അവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ഞാൻ പേടിച്ചു പോയി. ആദ്യമായി അവൾ ആ വാക്ക് അവനോട് പറഞ്ഞു. അവളുടെ ആ വാക്കുകൾ അവനെ നെഞ്ചിൽ തന്നെ തറഞ്ഞു. എത്ര പേടിയുണ്ടെങ്കിലും തനിക്ക് മുമ്പിൽ വലിയ ധൈര്യം കാണിക്കുന്നവളാണ്. ഒരിക്കൽ പോലും തനിക്ക് പേടിയാണെന്ന് സമ്മതിച്ചു കൊടുക്കാത്തവളാണ്. അവൻ അവളെ വേഗം പൊതിഞ്ഞു പിടിച്ചു. ഒന്നുമില്ലടാ, നിന്റെ സൂര്യേട്ടനില്ല എൻ്റെ കൊച്ചിൻ്റെ കൂടെ, പേടിക്കണ്ടട്ടോ. തൻ്റെ പ്രാണന മുമ്പിൽ വീണ്ടും ആ പഴയ സൂര്യയായി അവൻ അവൾക്കായി മാത്രം മാറി. അവൻ്റെ നെഞ്ചിൽ ചൂടിലൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൾ പതുങ്ങിക്കിടന്ന് തേങ്ങി. ആ നിമിഷം അവളും അവനിലെ മോൺസ്റ്റാറിനെ മറന്നു പോയിരുന്നു. കഴുത്തിൽ മുറുകിയ താലിയിലേക്ക് അവൾ കണ്ണീരോടെ നോക്കി. പാറക്കെട്ടുകൾക്ക് മുകളിൽ ആ കുഞ്ഞു ശിവക്ഷേത്രത്തിലെ മണികൾ കാറ്റിൽ ആടി ഉലഞ്ഞ് ശബ്ദം കൂട്ടി. രാത്രി സമയമായതുകൊണ്ട് പൂർണ്ണ നിലാവിൻ്റെ നിലാവെളിച്ചം അവരെ വന്ന് മൂടിയിരുന്നു. ഹിമ സന്തോഷത്തോടെ അവൾ ദേവനെ നോക്കി. മതി, ഈ ജന്മം എനിക്കിത് മാത്രം മതി. കണ്ണീരോട് അവൾ പറഞ്ഞതും ഹൃദയം പിടയുന്ന വേദനയോടെ അവൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ മഹാദേവന്റെ മുഖത്തേക്ക് ദേവൻ ദയനീയമായി നോക്കി. തിരിച്ചെടുക്കരുത്, എനിക്ക് വേണം, ഒരല്പം കനിവ് കാട്ടണം ദേവ. അറിയാതെ തന്നെ മനമൊരുകി അവൻ പ്രാർത്ഥിച്ചു പോയി. രാത്രി എത്രയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും കല്ലൂന്ന് ഉറക്കം വന്നില്ല. അവളിൽ വല്ലാത്ത ഭയം നിറഞ്ഞു. നിലത്ത് പായിൽ ചുരുണ്ടുകൂടി ഉറക്ക കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന തൻ്റെ അമ്മയെ അവൾ അല്പം ഭയത്തോടെ നോക്കി.
2 മണിയോടെ സമയമെടുത്തതും മുറ്റത്ത് വന്ന് നിൽക്കുന്ന ബൈക്കിന്റെ ഇരുമ്പിൽ അവൾ കേട്ടു. ഞെട്ടിപ്പിടഞ്ഞെണീറ്റ് പോയി അവള്. മനസ്സ് കിടന്ന് വിങ്ങിയെങ്കിലും കഥക് തുറന്നില്ലെങ്കിൽ തന്നെ അവൻ വേദനിപ്പിക്കുന്ന ഓർക്കെ വാതിലിൽ ജിത്തുവിന്റെ തട്ട് വീണതും പേടിയോടെ കല്ലുപോയി വാതിൽ തുറന്നു. അവളെ കണ്ടതും അവന്റെ കഴുകൻ കണ്ണുകളൊന്ന് തിളങ്ങി. ആകെ ക്ഷീണിച്ചു പോയിരുന്നു ആ കുഞ്ഞിപ്പെണ്ണ്. അവളുടെ വയറിലേക്ക് അവനൊന്ന് നോക്കി. അതല്പം മുന്തിയോ എന്ന് അവന് സംശയം തോന്നി. ശബ്ദമുണ്ടാക്കാതെ കൂടെ വാ പറയലും അവൻ ആ കുഞ്ഞിക്കൈയിൽ പിടിച്ച് വലിച്ചിരട്ടിലൂടെ മുന്നോട്ടും നടന്നു. കല്ല് തലയും താഴ്ത്തി അവന്റെ കൂടെ നടന്നു. ശരിക്കും അവളായി നടക്കുകയായിരുന്നില്ല, അവൻ അവളെ വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ആഴൊഴിഞ്ഞ കാട് പ്രദേശത്ത് വന്നതും ജിത്ത് അവളെ പിടിവിട്ടു. കല്ല് പേടിയോടെ അവനെ മുഖമുയർത്തി നോക്കി. അപ്പോഴാണ് അവന്റെ ചുവന്ന് കലങ്ങിയ മിഴികൾ അവൾ കണ്ടത്. കഞ്ചാവ് വലിച്ച് സ്വബോധം നഷ്ടമായവനായിരുന്നു അവനപ്പോഴൊന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ജിത്തുവിന്റെ ഉള്ളിലെ ഭയം അത് കല്ലുവിന്റെ ഉള്ളിൽ വളരുന്ന അവന്റെ തന്നെ ജീവൻ തുടിപ്പായിരുന്നു. ഏയ് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച ആ കുഞ്ഞു മുഖം തനിക്ക് നേരെ ഉയർത്തിയവൻ കല്ല് പേടിയോടെ അവനെ നോക്കി. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടാടി, കടിച്ചു തിന്നാൻ തോന്നുന്നു ഇഷ്ടം. പക്ഷേ ഇപ്പൊ നീ എനിക്ക് മേലെ തൂങ്ങിക്കിടക്കുന്നൊരു വാൾ പോലെയാണ്. അവന്റെ കൈകൾ അവളുടെ കുഞ്ഞു കവളിൽ മുറുകി. നമുക്കിത് വേണ്ട കല്ലുമോളെ, ഞാനിതിനെ അങ്ങ് ഇല്ലാതാക്കാൻ പോവാ വന്യമായ അവൻ പറഞ്ഞു. അവൾ അവനെ പേടിയോടെ നോക്കി. ആരും ഒന്നും അറിയരുത്, നീ പിഴച്ചു പോയെന്ന് നിന്റെ തള്ള അറിഞ്ഞാൽ തന്നെ എന്റെ പേര് നിന്റെ നാവിൽ നിന്ന് വീഴരുത്. അവൾ അവനെ നിസ്സഹതിയോടെ നോക്കി. കല്ലൂനമ്മയെ ഒത്തിരി ഇഷ്ടല്ലേ, ഇത് ചുമ്മാ നിന്നെ മുമ്പ് പറഞ്ഞു പേടിപ്പിച്ച പോലെയല്ല. ആരെങ്കിലും നിന്റെ അവസ്ഥയ്ക്ക് കാരണം ഞാനാണെന്ന് അറിഞ്ഞാ ആ നിമിഷം നിന്റെ തള്ളയങ്ങ് തീർക്കും ഞാൻ. അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന ഉറക്ക ഗുളികൾക്ക് പകരം വിഷം കൊടുക്കും ഞാൻ. അവനങ്ങനെ പറഞ്ഞതും ആ കുഞ്ഞു പെണ്ണാകെ ഭയന്നു പോയി. സീതയ്ക്ക് പ്രഷറും ശ്വാസമുട്ടലൊക്കെ ഉണ്ട്, അതിന്റെ മരുന്നെല്ലാം വാങ്ങിക്കൊടുക്കുന്ന ജിത്തുവാണ്. ആ ഒരു വിജയം കൊണ്ട് തന്നെയാണ് അവർ പോലും അറിയാതെ എന്നും അവരുടെ ഉള്ളിൽ ഉറക്ക ഗുളിക ചെല്ലുന്നത്. വാങ്ങിക്കൊടുക്കുന്ന മരുന്നിന്റെ കൂടെ അവൻ ഉറക്ക ഗുളികൾ കൊടുക്കും. കല്ല് കരഞ്ഞു പോയി. ആരെങ്കിലും തന്നെ ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിലെന്ന് അവൾ അറിയാതെ പ്രാർത്ഥിച്ചു പോയി. ഇതേ സമയം അവന്റെ മിഴികൾ അവളുടെ വയറിൽ പതിഞ്ഞു. ദോഷം. സ്വന്തം തലമുടിയിൽ കൊരുത്തു വലിച്ചുകൊണ്ട് അവനൊന്ന് മുരണ്ടു. അവന്റെ ഭാവം കണ്ട് കല്ല് 2 ചൂട് പിറകോട്ട് വെച്ചുപോയി. കണ്ണുകൾ ചുമപ്പിച്ച് അവൻ അവളുടെ മുടിക്കുത്ത് പിടിച്ച് അവൾ അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ആ ഈറനണിഞ്ഞ മിഴികളിലേക്ക് നോക്കി. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടം, വേറെ വഴിയില്ല, ക്ഷമിച്ചേക്ക്. അവൻ പറയുന്നതിന്റെ പൊരുളൊന്നും അവൾക്ക് മനസ്സിലായില്ല. എന്നാൽ അടുത്ത നിമിഷം കല്ലുവിന്റെ മിഴികൾ തുറച്ചു വന്നു. അവൻ പതിയെ തന്നെ മിഴികളൊന്ന് താഴ്ത്തി. അപ്പൊ തന്നെ ഒരിക്കൽ കൂടി അവൻ ആ പ്രവൃത്തി അവളോട് ചെയ്തു. മുട്ടുകാലുകൊണ്ട് അവളുടെ അടിവയറ്റിൽ ആഞ്ഞു കുത്തി. കല്ലുവിന്റെ മിഴികൾ നിറഞ്ഞൊഴുകി. അടിവയറ്റിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. വേദന കൊണ്ട് അവളുടെ ശ്വാസം വിലങ്ങിപ്പോയി. അടുത്ത നിമിഷം ഊർന്നു നിലത്തേക്ക് വീണുപോയവൾ. ആ വേദന കൊണ്ട് അറിയാതെ അലറിപ്പോയവൾ. നിലത്ത് പുല്ലിൽ കിടന്ന് അടിവയറ്റിൽ കൈ ചുരുട്ടി പിടിച്ച് കിടന്ന് പൊളഞ്ഞു പോയവൾ. ജിത്തു അവളെ നോക്കി. അവളുടെ കാലിലൂടെ ഒഴുകിയിറങ്ങുന്ന രക്തം കണ്ടതും അവന്റെ ചൊടികൾ സന്തോഷത്തോടെ വിടുന്നു. അവൻ അവൾക്ക് അടുത്തായ ഒരു പുല്ലിൽ മുട്ടുകുത്തിയിരുന്ന് പിടയുന്ന ആ പെണ്ണിന്റെ തലയെടുത്ത് അവന് മടിയിൽ വെച്ചു. അവളുടെ ഒഴുകുന്ന കണ്ണുകൾ അവൻ അമർത്തി തുടച്ചു കൊടുത്തു. അവളുടെ ശ്വാസഗതി ഉയർന്നു താഴ്ന്നു. അവൻ അവളെ കൊതിയോടെ നോക്കി. കല്ലുവിന്റെ കണ്ണുകൾ മുകളിലേക്ക് മറന്നു. അവളുടെ ബോധം പതിയെ നശിച്ചു. അപ്പോഴേക്കും ജിത്തോളെ തന്നെ മടിയിൽ കിടത്തി അവളുടെ തലയിൽ തടുകി കൊടുത്തു. ലഹരി തലക്ക് പിടിച്ച ഭ്രാന്തിൽ അവൻ ആ കുഞ്ഞു ജീവൻ ഇല്ലാതാക്കി കളഞ്ഞിരുന്നു. സൂര്യയെ ഞെട്ടിച്ചുകൊണ്ട് ചന്തവന്റെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നു. അവളിലെ ഭയത്തെ അവൻ അറിയാൻ സാധിച്ചു. അവളുടെ നെറ്റിയിൽ ഇടതടവില്ലാതെ അവൻ ചുംബിച്ചുകൊണ്ടേയിരുന്നു. അവൾ അവനെ തന്നീന്ന് അകറ്റിയില്ല. സത്യത്തിൽ തനിക്ക് മുമ്പിൽ ഇരിക്കുന്നവൻ പൃഥ്വിയാണെന്ന് അവൾ മറന്നുപോയിരുന്നു. അവളുടെ കണ്ണിലും നെഞ്ചിലും അപ്പോൾ സൂര്യൻ മാത്രമായിരുന്നു നിറഞ്ഞു നിന്നത്. അവന്റെ നെഞ്ചിൽ കിടന്ന് അവൾ വീണ്ടും ഉറക്കം പിടിച്ചു. ഇതേ സമയം മറ്റൊരു മുറിയിൽ സായിയുടെ കയ്യിൽ കിടന്ന് പെടയുവായിരുന്ന നിലം. അവൾ അവനെ പേടിയോടെ നോക്കി. അവന്റെ മിഴികൾ അവളുടെ കണ്ണുകളിൽ തന്നെ അവൻ കൊടുത്തുവിട്ടു. വീട് ആ അവൾ പേടിയോടെ പറഞ്ഞതും അവൻ അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചു തിരിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് നീ ആരാണെന്ന്. അവൾ അവൻ ഉണ്ടക്കണ്ണ് കൂർപ്പിച്ച് നോക്കിയതും അവന്റെ ഉള്ളിൽ ചിരി വിരിഞ്ഞു. അവൾക്ക് പേടി തോന്നിയെങ്കിലും അവനിൽ നിന്ന് കുതറി മാറാൻ അവൾ ശ്രമിച്ചു. അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവളീ നകന്നു മാറി. സൂര്യന്റെ പൊൻകിരണങ്ങൾ ആ കുന്നുംപുറത്തേക്ക് പതിയെത്തി നോക്കി. വെളിച്ചം മുഖത്തടിച്ചതും ജിത്തു അസ്വസ്ഥതയോടെ കണ്ണി ചിമ്മി തുറന്നു. അവനാകെ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയതും പതിയെ അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഇളംപുല്ലാലെ മഞ്ഞുതുള്ളികൾ അവന്റെ ഷർട്ടിനെ ചെറുതായി നനയിച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പ് കൊണ്ട് അവൻ്റെ ഉടലൊന്ന് വിറച്ചു. കണ്ണുകളൊന്ന് മുറുക്കി ചിമ്മിക്കൊണ്ട് അവൻ പതിയെ എഴുന്നേറ്റു. നെറ്റിയിൽ വിരലമർത്തി അല്പനേരം അവൻ അങ്ങനെ ഇരുന്നു പോയി. പെട്ടെന്നാണ് അവന്റെ മൂക്കിലേക്ക് രക്തത്തിന്റെ രൂക്ഷഗന്ധം വന്നിടിച്ചത്. മുഖം ചുളിച്ചുകൊണ്ട് അവൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. പെട്ടെന്ന് എവിടെയോ കണ്ണുകൾ ഉടക്കിയതും ജിത്തുവിന്റെ മിഴികൾ തുറച്ചുപോയി. രക്തത്തിൽ കുളിച്ച് അനക്കമില്ലാതെ കിടക്കുന്ന കല്ലു. അവന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. ഉരുണ്ടു പോരാണ്ട് അവൻ എങ്ങനെയൊക്കെയോ ചാടി എഴുന്നേറ്റുകൊണ്ട് അവൾക്ക് അടുത്തേക്ക് ഓടി. വിറയിലൂടെ അവൻ അവളുടെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു.
പാറിപ്പറന്ന മുടിയും രക്തം പുരണ്ട പാവാടയും കൈകൾ രണ്ടും അടിവയറ്റിൽ ചുറ്റിപ്പിടിച്ച രീതിയിൽ കൂനിക്കൂടി നിൽക്കുന്ന ആ രൂപം കല്ലു തന്നെയാണോ എന്ന് അവൻ ഒരു നിമിഷം സംശയിച്ചു പോയി. പതിയെ അവൻ അവളുടെ കവിളിലൊന്ന് തട്ടി. തണുത്തുറഞ്ഞ കവിളിൽ നിന്നും അവൻ വേഗം കൈകൾ പിൻവലിച്ചു. അവനിലാകെ വെപ്പളം നിറഞ്ഞു. ഡേയ് കല്ലു, എഴുന്നേറ്റ്! വിറയലോട് അവൻ അവളെ വിളിച്ചു. പേടിയോടെ അവളുടെ മൂക്കിന് മുമ്പിലേക്ക് അവൻ കൈ ചേർത്തു. പെട്ടെന്ന് തന്നെ അവൻ അവൻ്റെ കൈ പിൻവലിച്ചു. അവൻ്റെ തൊണ്ട വരണ്ടു. അവൻ അവളെ കുറച്ചു നേരം തുറച്ചു നോക്കി. പെട്ടെന്ന് അവൻ പൊട്ടിക്കരഞ്ഞു പോയി. അയ്യോ എടി, എനിക്കടി, ഞാൻ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ലടി. എനിക്ക് നിന്നെ ഇഷ്ടമായോണ്ടല്ലടി, ഞാൻ കൊന്നോ? അവൻ പേടിയോട് അലറിക്കരഞ്ഞു. പെട്ടെന്ന് അവൻ കരച്ചിൽ നിർത്തി ചുറ്റും ഭീതിയോടെ നോക്കി. അവിടെയെങ്ങും ആരുമില്ലെന്ന് കണ്ടതും അവൻ വേഗം അവൾക്കടുത്തേക്ക് ചെന്നിരുന്നു. കല്ലു, സോറിടി, അറിയാതെ പറ്റിപ്പോയതാ. ഒന്ന് എഴുന്നേൽക്ക്, കണ്ണൊന്ന് തുറക്ക് പ്ലീസ്. പറയലും അവളുടെ വരണ്ട ചുണ്ടിലേക്ക് കൊതിയോട് ആഴ്ന്നിറങ്ങിയവൻ. പെട്ടെന്ന് അവന്റെ ഭാവം മാറി. ആ കുഞ്ഞു ചുണ്ടുകൾ അവനെ മത്തു പിടിപ്പിച്ചു. കൊതി തീർന്നില്ലല്ലോടി പെണ്ണെ. ഒരു ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ട് അവൻ അവളുടെ ശരീരമാകുന്ന ഞെരടി വിട്ടു. അവളുടെ ദേഹത്തേക്ക് അമർന്ന ആ പെണ്ണിന്റെ മൃതദേഹമൊക്കെ ഒരു മാനസിക രോഗിയെ പോലെ അവൻ കടിച്ചു മുണഞ്ഞു. അല്പനേരം തന്റെ വൈകൃതങ്ങൾ ആ കുഞ്ഞുടലിൽ അവൻ തീർത്തു. മുഖം ഉയർത്തി അവൻ അവളെ നോക്കി. ബോധം വന്നതുപോലെ അവൻ വേഗം അവളിൽ നിന്ന് ഞെട്ടിമാറി. ആരെങ്കിലും കാണും മുമ്പേ അവളെ അവൻ തന്റെ തോളിലേക്ക് എടുത്തുകൊണ്ട് അല്പം മുന്നോട്ട് നടന്നു. അല്പം ആയാസപ്പെട്ട് പാറക്കെട്ടിന് മുകളിലേക്ക് വലിഞ്ഞു കയറിയവൻ താഴേക്ക് നോക്കിയത് കുത്തനെ ചെരിഞ്ഞു കിടക്കുന്ന ഏക്കറുകളോളം റബ്ബർ മരങ്ങളുള്ള താഴ്ച കണ്ടുവൻ. ആരെങ്കിലും കാല് തെറ്റി ഒന്ന് വീണാൽ പോലും നിരയില്ലാതെ ഉരുണ്ടങ്ങ് താഴേക്ക് പോകും. അത്രയും കുത്തനെ കിടക്കുവാണത്. തൻ്റെ കയ്യിൽ കിടക്കുന്നവൾ ഒന്നുകൂടെ ഒന്ന് മുറുകെ പുണന്ന് അവളുടെ കഴുത്തിൽ മുഖം പൊഴുതി ഒന്നുകൂടെ ഒന്ന് കടിച്ചു നുണഞ്ഞുകൊണ്ട് അവൻ ആ പെണ്ണിനെ റബ്ബർ മരങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ശരീരം ഉരുണ്ടുരുണ്ട് ചില മരങ്ങളിൽ തട്ടിയും തടഞ്ഞുമെല്ലാം ദൂരേക്ക് ഉരുണ്ടു പോകുന്നത് അവൻ നിർവികാരതയോടെ നോക്കി. അടുത്ത നിമിഷം ജിത്തു വീണ്ടും വിരുമ്പിക്കരഞ്ഞു. കല്ലു, എനിക്ക് തീയില്ലാതെ പറ്റില്ലടി. അവൻ ആരോടൊന്നില്ലാതെ കരഞ്ഞുകൊണ്ട് പുലമ്പി. എന്നാൽ ആ കുഞ്ഞു പെണ്ണിന്റെ ഉടലിൽ നേരിയൊരു ശ്വാസം ആ മൂക്കിൻ തുമ്പിൽ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നെന്ന് തിരിച്ചറിയാൻ അവന്റെ ഭയത്തിലപ്പോൾ ആയില്ല. ഈ സമയം കല്ല് കണ്ണുകൾ മിടിച്ച് ശ്വാസം ആഞ്ഞു വലിച്ചു. അവളുടെ മൂക്കിലൂടെയും നെറ്റിയിലൂടെയും രക്തം കുതിച്ചൊഴുകി. കണ്ണുകൾ തുറിച്ച് ശ്വാസം കിട്ടാതെ പിടഞ്ഞ ആ കുഞ്ഞിപ്പെണ്ണ് താഴ്വാരയിലെ ചെമ്മൻ ഇടവഴിയിലേക്കാണ് അവൾ ചെന്ന് വീണത്.